ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നിങ്ങളൊരു കോഫി ലവറാണോ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഓക്സിജൻ ഇല്ലാതെ എനിക്ക് പറ്റും, പക്ഷെ കോഫി ഇല്ലാതെ പറ്റില്ല എന്ന്. അത്രയും അഡിക്റ്റഡ് ആണ് ഞാൻ കോഫിയുമായിട്ട്. നമുക്കെല്ലാവർക്കും കോഫി ഉണ്ടാക്കാൻ അറിയാലേ, അത്രയും സിമ്പിളാണ്. പക്ഷെ നമ്മൾ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ വായിൽ കൊള്ളാത്ത പേരൊക്കെ ഇട്ടിട്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോഫീസ് കാണാൻ പറ്റും. അതിലുള്ള 3 വെറൈറ്റീസാണ് ഞാൻ എൻ്റെ മിനിമൽ കിച്ചണിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് 3-മതായി കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഫ്രഞ്ച് പ്രസ് കോഫി. അതിന് ഒരു ഗ്ലാസ് ജാർ ഉണ്ടാവും. അതിൻ്റെ മീതെ ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ ഉണ്ടാവും. അതിലേക്ക് ആദ്യം കോഫി പൗഡർ ഇടുക. നോർമൽ കോഫി പൗഡർ മതി, ഇൻസ്റ്റൻ്റ് അല്ല. എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. എന്നിട്ട് 3 മിനിറ്റ് സമയത്തേക്ക് ഇതിൻ്റെ മൂടി കൊണ്ട് അടച്ച് അങ്ങ് വെക്കുക. 3 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ പതിയെ താഴത്തേക്ക് പ്രസ് ചെയ്യുക. മുകളിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ ആ ഫിൽറ്റർ ഇങ്ങനെ താഴത്തേക്ക് പോകും. എന്നിട്ട് ബ്ലാക്ക് കോഫി ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്ക് കോഫിയായി കഴിക്കാം. അല്ലാത്തവർക്ക് സാധാരണ പോലെ പാല് തിളപ്പിച്ചിട്ട് കുറച്ച് പാലെടുത്ത് ഇത് രണ്ടും മിക്സ് ചെയ്ത് ഷുഗർ ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാം. ഈ ഫ്രഞ്ച് പ്രസ് ചിലർ വേറൊരു രീതിയിൽ ഉണ്ടാക്കും. നമ്മൾ ആ ഫിൽറ്റർ പതിയെ താഴേക്ക് പ്രസ് ചെയ്യുന്നതിന് പകരം ചിലവർ ഫാസ്റ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പത വരുന്ന രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്യും, എന്നിട്ടും കഴിക്കും. പക്ഷേ ഞാൻ ആദ്യം കാണിച്ചതാണ് അതിൻ്റെ ഓത്തൻറ്റിക് മെത്തേഡ്. അടുത്തത് നമ്മുടെ കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ഒക്കെ സ്വന്തം ഫിൽറ്റർ കോഫിയാണ്. ഇപ്പം കേരളത്തിലും ചിലരൊക്കെ ഉണ്ടാക്കി തുടങ്ങി. നിങ്ങൾ ഒരു തവണയെങ്കിലും കഴിക്കണം, കഴിച്ചിട്ടില്ലാത്തവർ. ഇതിന് അസാധ്യമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിലുള്ള പാത്രത്തിന് ഇതുപോലെ കുറേ ഹോൾസ് ഉണ്ടാവും. നമ്മളെ ഇടിയപ്പത്തിൻ്റെ അച്ചിനുണ്ടാകുന്നത് പോലത്തുള്ള ഹോൾസ്. ഇനിയിപ്പോൾ ഈ പാത്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടിയപ്പത്തിൻ്റെ അച്ച് വെച്ചും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഫിൽറ്റർ കോഫിയാണ് ഇടുന്നത്. ഇനി ഫിൽറ്റർ കോഫി ഇല്ലെങ്കിൽ സാധാ കോഫി പൗഡർ ഇട്ടാലും മതി. പക്ഷേ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇടാൻ പാടില്ല എന്ന് മാത്രം. സാധാരണയായിട്ട് തലേ ദിവസം രാത്രിയാണ് ഇതുണ്ടാക്കി വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് റെഡിയാവും. ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 2-3 ദിവസത്തേക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 സ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പ്രസ് അങ്ങ് വെക്കുക. ഇനി ഇതെടുത്ത് മറ്റേ താഴെയുള്ള ആ പാത്രത്തിൻ്റെ മീതെ വെച്ചിട്ട് അത് കോഫി കളക്ട് ചെയ്യാനുള്ള പാത്രമാണ്. അതിന് ഡിക്കോഷൻ എന്ന് പറയും ആ ലിക്വിഡിനെ. അപ്പോൾ അതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിക്കുക, തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി ഇത് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലത്തേക്ക് ഡിക്കോഷൻ റെഡിയാവും. ഇത് ഞാൻ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുകയാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ അവസ്ഥ. ഇത് ഫുള്ള് താഴെ കളക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നമുക്ക് ഇത്തിരി ഡിക്കോഷൻ എടുക്കാം. നല്ല സ്ട്രോങ് കോഫി വേണ്ടവർക്ക് കുറച്ചധികം എടുക്കാം. അതുപോലെ നിങ്ങൾ കുറേ കോഫി പൗഡറും കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടി തിക്നെസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്നിട്ട് നല്ല സ്ട്രോങ് കോഫി വേണ്ടവർക്ക് കുറച്ചധികം എടുക്കാം. എന്നിട്ട് ഇത് കലർത്തിയിട്ട് ഒഴിച്ചിട്ട് ഇത് വേറൊരു പാത്രം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഏന്തി കഴിഞ്ഞ് നമ്മുടെ സൂപ്പർ ഫിൽറ്റർ കോഫി റെഡിയായി. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ കഴിച്ച് തന്നെ അറിയേണ്ടതാണ്. ചിലർ നാട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട്, കർണാടക സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ കോഫി ആയിരിക്കും കാണാൻ പറ്റുക. ഇനി അടുത്തത് കാപ്പച്ചിനോ ആണ്. ഇത് നമ്മൾ വലിയ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്നതാണ്. പക്ഷേ ഞാനിത് ഡെയിലി ഇങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, ഇതിന് അസാധ്യ ടേസ്റ്റാണ്. അപ്പം 2 സ്പൂണ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂണ് ഷുഗർ ഇട്ടിട്ടുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. ഇനി നല്ലൊരു മൽപ്പിടുത്തത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മളത് സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് മാറ്റുന്നതായിരിക്കും സേഫ്. അത് കഴിഞ്ഞിട്ട് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതിന് നല്ല ക്ഷമ ആവശ്യമുണ്ട്, കുറച്ച് സമയം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മനസ്സിൽ ദേഷ്യമുള്ളവർ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കുശുമ്പും കുന്നായ്മയും ഒക്കെ പറഞ്ഞ് നടക്കുന്നവരെയൊക്കെ മനസ്സിൽ ഓർത്തിട്ട് അങ്ങ് ശക്തിയായിട്ട് അടിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. രാവിലത്തെ തന്നെ നമുക്ക് ഒരു നല്ലൊരു എക്സസൈസും കൂടിയാണിത്. എന്നിട്ടിത് നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്ത് ഏകദേശം ഒരു നെയ്യിൻ്റെ ഒരു ക്രീമിൻ്റെ രൂപത്തിൽ നമ്മൾ അടിച്ചെടുക്കണം.
അതിനുശേഷം അതിൽ നിന്നൊരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് വേറൊരു കപ്പിലേക്ക് എടുത്തിട്ട് അതിലേക്ക് നല്ല തിളച്ച പാലൊഴിക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക. ഇതാ നമ്മുടെ കാപ്പച്ചിനോ റെഡിയായി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങളൊരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചിത്രപ്പണിയൊക്കെ നടത്താം. ഞാൻ വളരെയധികം ആർട്ടിസ്റ്റിക് സ്കില്ലുള്ള ഒരാളായതുകൊണ്ട് വളരെ മനോഹരമായിട്ടൊരു ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ലൈക്കും ഷെയറും ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ.